ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഫോറസ്റ്റ് ഡ്രൈവർ പരീക്ഷയുടെ 50 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ GK ക്വസ്റ്റ്യൻസ് ഇനിയും ആവർത്തിക്കാം. എല്ലാം ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതിനു മുന്നേ LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ SCERT സീരീസ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ഒരു പാർട്ട് 9 വരെയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സീരീസാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാണാത്തവർ കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും. ആരുടെ വാക്കുകളാണ് ഇത്? ഓപ്ഷൻ എ PC മഹൽനോബിസ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി എബ്രഹാം ലിങ്കൺ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ആരാണ്? ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇത് SCERT പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കോഡ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം? ഓപ്ഷൻ എ ഓഗസ്റ്റ് 15, ഓപ്ഷൻ ബി ജനുവരി 26, ഓപ്ഷൻ സി നവംബർ 26, ഓപ്ഷൻ ഡി ഒക്ടോബർ 2. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26 ആണ്. നമുക്ക് റിപ്പബ്ലിക് ആയതാണ് ജനുവരി 26. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് നവംബർ 26 ആണ്. നമ്മുടെ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ആണ് നവംബർ 26, 1949. ഭരണഘടനയ്ക്ക് അംഗീകാരം കിട്ടിയ ഡേറ്റ്. ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് ആണ്. അതുപോലെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. നവംബർ 26 ആണ് നിയമദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. തേർഡ്: വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ഇതിലേതൊക്കെയാണ് ശരി? എല്ലാം ശരിയാണോ? എന്തായാലും അല്ല, എല്ലാം ശരിയല്ല. കാരണം പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദനുമാണ്. ബാക്കി 1ഉം 3ഉം എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉമാണ് ശരിയായ ഓപ്ഷൻ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ശരി. ഈ ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാരമുക്ക് ക്ഷേത്രം, ഓപ്ഷൻ ഡി അരുവിപ്പുറം, ഓപ്ഷൻ സി ശിവഗിരി, ഓപ്ഷൻ ഡി കളവൻകോട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി കളവൻകോടാണ് ആൻസർ. SCERT സീരീസിൽ ഇതെല്ലാം കിടപ്പുണ്ട്, എടുത്തിട്ടുള്ളതാണ്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവനകൾ ഞാൻ വായിക്കാം. 1ാമത്തെ പ്രസ്താവന: 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെ ആണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അതുപോലെ പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ വിദ്യാഭ്യാസവുമായിട്ട് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവന് ബന്ധമില്ല. അതുകൊണ്ട് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ: ലണ്ടൻ മിഷൻ സൊസൈറ്റി, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മുസ്ലിം ഐക്യ സംഘം. ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് കറക്റ്റ്. 1ഉം 3ഉം ഏത് ഓപ്ഷനാണ്? എ ഓപ്ഷനാണ്. 1ഉം 3ഉം. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരി. ഇത് SCERTയിൽ കോളത്തിൽ കിടക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ നവോത്ഥാന നായകരും
അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി സമത്വ സമാജം, അയ്യങ്കാളി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, വൈകുണ്ഠസ്വാമികൾ സാധുജന പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു കേരള മുസ്ലിം ഐക്യസംഘം. ഇത് ശരിയായിട്ട് മാച്ച് ചെയ്യാനാണ്. ഒന്നാമത്തേത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സംഘടനയാണ് കേരള മുസ്ലിം ഐക്യസംഘം. അത് പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അതുപോലെ അയ്യങ്കാളിയുടെ ഏതാണ്? സാധുജന പരിപാലന യോഗമാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ഏതാണ് അപ്പോൾ ശരി? ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. ഓപ്ഷൻ എ ഭഗത് സിംഗിനെ തൂക്കിലേറ്റി, ഓപ്ഷൻ ബി രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു, ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി, ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് 1942 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രാഥമിക മേഖല, ഇവയൊന്നുമല്ല. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി. പ്രാഥമിക മേഖലയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. 2011-12 സാമ്പത്തിക സർവേ പ്രകാരമാണ് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശാണ്. ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. ഏറ്റവും കുറവ് ദാരിദ്ര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം, രണ്ടാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, മൂന്നാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം, നാലാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഏതാണ് ശരി? ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയോ വ്യാവസായിക വികസനമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ്. നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വമാണ്. അപ്പം ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. മാനവ വികസന സൂചികയാണ്, UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സാംസ്കാരിക വൈവിധ്യം, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയുർദൈർഘ്യം, 4 അഴിമതി രഹിത ഭരണം. ഇതിൽ മാനവ വികസന സൂചികയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ 2 എണ്ണം എന്തായാലും ശരിയാണ്. ഓപ്ഷൻസ് കാണുമ്പോൾ അറിയാം 2 എണ്ണം ശരിയാണ്. ഏതൊക്കെയാണ് ആ 2 എണ്ണം? ഓപ്ഷൻ സി ആണ് ശരി, 1ഉം 3ഉമാണ് ശരി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. ഓപ്ഷൻ എ ആശാ ശോഭന, ഓപ്ഷൻ ബി സജന സജീവൻ, ഓപ്ഷൻ സി മിന്നു മണി, ഓപ്ഷൻ ഡി രേഖ ശർമ്മ. ഓപ്ഷൻ സി ആണ് ആൻസർ, മിന്നു മണിയാണ്. മിന്നു മണിയെപ്പറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നു മണി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കൻ പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ഓപ്ഷൻ ബി റൈറ്റ്വാരി സിസ്റ്റം, ഓപ്ഷൻ സി മഹൽവാരി, ഓപ്ഷൻ ഡി മൻസബ്ദാരി. ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി, മഹൽവാരി വ്യവസ്ഥയാണ് ശരി. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ് പഞ്ചാബ്, തേയില ബംഗാൾ, ചണം ഉത്തർപ്രദേശ്, ഗോതമ്പ് ആസാം.
ഇതിലേതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരി. കരിമ്പ് ഉത്തർപ്രദേശാണ്. തേയില ആസാം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ വായിക്കാം. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരൊറ്റ പ്രസ്താവന ശരിയായിട്ടുള്ളൂ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഓപ്ഷൻ ഡി 4 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഒരുപാട് തവണ PSCക്ക് തന്നെ അറിയത്തില്ല എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സർക്കാരിയ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഷാ കമ്മീഷൻ. ഏതാണ്? ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ആൻസർ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേലാണ് ശരിയായ ആൻസർ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ എ കാനഡ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയനാണ് ശരിയായ ആൻസർ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഹരിത വിപ്ലവം, ഓപ്ഷൻ ബി ധവള വിപ്ലവം, ഓപ്ഷൻ സി നീല വിപ്ലവം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഓപ്പറേഷൻ ഫ്ലഡ് ഓപ്ഷൻ ബി ധവള വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സമത്വ അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യ അവകാശം, ഓപ്ഷൻ സി സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഓപ്ഷൻ ഡി സ്വത്തവകാശം. ഏതാണ് മൗലിക അവകാശങ്ങൾ അല്ലാത്തത്? ഓപ്ഷൻ ഡി സ്വത്തവകാശമാണ് മൗലിക അവകാശം അല്ലാത്തത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത്? ഞാൻ പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അടുത്ത പ്രസ്താവന, പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. തുല്യ ജോലിക്ക് തുല്യ വേതനം, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. ഇതാണ് 4 പ്രസ്താവനകൾ. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ് 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യമേത് എന്നതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1 മാത്രം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നുള്ളതാണ് 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശരി ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അംഗീകാരം ആരിൽ നിക്ഷിപ്തമാണ്? ഓപ്ഷൻ എ പാർലമെൻറ്റ്, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി ഇലക്ഷൻ കമ്മീഷൻ. ആർക്കാണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്? ഓപ്ഷൻ എ പാർലമെൻ്റ് ആണ് ശരി. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി ഭരണഘടനാ നിർമ്മാണ സഭ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? അതിർത്തി പങ്കിടാത്ത ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി പാലക്കാട്. ഓപ്ഷൻ എ കോട്ടയമാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. ഓപ്ഷൻ എ എം.എസ്. സ്വാമിനാഥൻ, ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫി, ഓപ്ഷൻ സി ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ ഡി സുന്ദർലാൽ ബഹുഗുണ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ജോൺ ജോസഫ് മർഫിയാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി മലപ്പുറം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. ഓപ്ഷൻ സി കൊല്ലമാണ് കറക്റ്റ്. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാതയാണ് ചോദിച്ചിരിക്കുന്നത്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത. ഓപ്ഷൻ എ NW1, ഓപ്ഷൻ ബി NW3, ഓപ്ഷൻ സി NW5, ഓപ്ഷൻ ഡി NW6. ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരി. ഓപ്ഷൻ ബി NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജലപാത. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഉത്തരായന രേഖ, ഓപ്ഷൻ ബി ദക്ഷിണായന രേഖ, ഓപ്ഷൻ സി ഭൂമധ്യ രേഖ, ഓപ്ഷൻ ഡി ആർട്ടിക് വൃത്തം. ഏതാണ്? ഓപ്ഷൻ എ ഉത്തരായന രേഖയാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ എ ഇരവികുളം, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി ആനമുടി ചോല, ഓപ്ഷൻ ഡി പാമ്പാടും ചോല. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി സൈലന്റ് വാലിയാണ് കറക്റ്റ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ പെരിയാർ നദി, ഓപ്ഷൻ ബി അച്ചൻ കോവിലാർ, ഓപ്ഷൻ സി നീലേശ്വരം പുഴ, ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഓപ്ഷൻ ഡി ചാലക്കുടി പുഴയിലാണ്. ഓപ്ഷൻ ഡി ചാലക്കുടി പുഴയാണ് ശരിയായ ആൻസർ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി ശബരഗിരിയാണ് ശരി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? കര അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യമാണ്? ഏതാണ്? ഡി ആണ് ആൻസർ. ബംഗ്ലാദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, വനമണ്ണ്. ഏതാണ്? എക്കൽ മണ്ണാണ്. ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ് കറക്റ്റ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ബാബ ബുദൻഗിരി, ഇരവിമല, മീശപ്പുലിമല, ആനമുടി. ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ ഡി ആനമുടിയാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? ഓപ്ഷൻ എ പാക് കടലിടുക്ക്, ഓപ്ഷൻ ബി മലാക്ക കടലിടുക്ക്, ഓപ്ഷൻ സി ബെറിംഗ് കടലിടുക്ക്, ഓപ്ഷൻ ഡി മെഗല്ലൻ കടലിടുക്ക്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ പാക് കടലിടുക്കാണ് കറക്റ്റ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? എ കൃഷ്ണ, ബി രവി, സി യമുന, ഡി അളകനന്ദ. ഏതാണ്? ഓപ്ഷൻ എ കൃഷ്ണയാണ് കറക്റ്റ്. ഹിമാലയൻ നദി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണ ഹിമാലയൻ നദി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. എ അഴിയൂർ, ബി വെള്ളത്തൂവൽ, സി ചേന്നമംഗലം, ഡി വളപട്ടണം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി വളപട്ടണമാണ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻ എ പുന്നമട കായൽ, ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ സി അഷ്ടമുടി കായൽ,
ഓപ്ഷൻ ഡി പറവൂർ കായൽ. ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ഓപ്ഷൻ എ പുന്നമട കായലാണ് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യനാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി മലേറിയ, ഓപ്ഷൻ സി ചിക്കൻ ബോക്സ്, ഓപ്ഷൻ ഡി ജലദോഷം. ഏതാണ്? ഓപ്ഷൻ എ കോളറയാണ് കറക്റ്റ്. 42 പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ബി ടാറ്റാറിക് ആസിഡ്, ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി നൈട്രിക് ആസിഡ്. ഏതാണ്? ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ആണ് കറക്റ്റ്. 43ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ടൈഫോയിഡ്, ഓപ്ഷൻ ബി ക്യാൻസർ, ഓപ്ഷൻ സി മന്ത്, ഓപ്ഷൻ ഡി എയ്ഡ്സ്. ഏതാണ്? ഓപ്ഷൻ ബി ക്യാൻസർ ആണ് കറക്റ്റ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ECGയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ എ ഇലക്ട്രോകാർഡിയോഗ്രാഫ്, ഓപ്ഷൻ ബി ഇലക്ട്രോകാർഡിയോഗ്രാഫ്, ഓപ്ഷൻ സി ഇലക്ട്രോകാർഡ് ജനറേറ്റർ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഏതാണ്? ECGയുടെ പൂർണ്ണരൂപം ഏതാണ്? ഓപ്ഷൻ എ ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഓപ്ഷൻ എ സാംശീകരണം, ദഹനം, ആഗിരണം, ആഹാര സ്വീകരണം, ഓപ്ഷൻ ബി ആഹാര സ്വീകരണം, സാംശീകരണം, ദഹനം, ആഗിരണം, ഓപ്ഷൻ സി ദഹനം, ആഗിരണം, ആഹാര സ്വീകരണം, സാംശീകരണം, ഓപ്ഷൻ ഡി ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സാംശീകരണം. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ആഹാര സ്വീകരണം കഴിഞ്ഞാൽ എന്താണ്? ദഹനം നടക്കും, അതിനുശേഷം ആഗിരണം, അതിനുശേഷം സ്വാംശീകരണം. അങ്ങനെയാണ് നടക്കുന്നത്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്, ഓപ്ഷൻ ബി പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്, ഓപ്ഷൻ സി പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്, ഓപ്ഷൻ ഡി പാൻക്രിയാസ് അന്നപഥത്തിൻ്റെ ഒരു ഭാഗമാണ്. കൂടുതൽ ശരി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. അതാണ് കറക്റ്റ്. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്ഷൻ എ കൊക്ക പ്ലാന്റ്, ഓപ്ഷൻ ബി കഞ്ചാവ് ചെടി, ഓപ്ഷൻ സി പോപ്പി ചെടി, ഓപ്ഷൻ ഡി മരുത് ചെടി. ഏതാണ്? ഓപ്ഷൻ സി പോപ്പി ചെടിയാണ് കറക്റ്റ്. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി എംഫിസിമ, ഓപ്ഷൻ സി ന്യൂമോണിയ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എംഫിസിമയാണ്. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം എംഫിസിമയാണ്. അടുത്തത് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായ ജോഡി ഏത്? ജീവകം എ ബെർബറി, ജീവകം ബി സ്കർവി, ജീവകം സി നിശാന്തത, ജീവകം ഡി രക്തം കട്ടപിടിക്കൽ, പിന്നെന്താണ് റിക്കറ്റ്സും കൂടെ തന്നിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ്. ഏതായിരിക്കും കറക്റ്റ്? ജീവകം എ എന്ന് പറയുന്നത് നിശാന്തതയാണ്. ജീവകം എയുടെ എന്താണ് അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഇനി ജീവകം ബി ഏതായിരിക്കും? ബെർബറിയാണ്. ജീവകം സി സ്കർവിയാണ്. ജീവകം ഡി ഏതാണ്? റിക്കറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അരുണ രക്താണുക്കൾ, ഓപ്ഷൻ ബി ശ്വേത രക്താണുക്കൾ, ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ ഡി ഫൈബ്രിനോജനുകൾ. രോഗപ്രതിരോധം ഏതാണ്? ഓപ്ഷൻ ബി ശ്വേത രക്താണുക്കളാണ് ശരിയായ ആൻസർ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലെ പാർട്ട് 1 ആണിത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.